UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ TV അൻവർ LDF-ന്റെ മുൻ MLA സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. അത് ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ വാർത്ത കേട്ടു. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. നല്ലത്, ഞങ്ങൾക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ആര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അൻവറിൻ്റെ കാര്യം ഞങ്ങളതിൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അൻവർ UDF-ന്റെ ഭാഗമായിട്ട് പോയില്ലേ? ആയിക്കോട്ടെ, നല്ല പോലെ തോന്നും. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചൊരു ആയുധമായിരുന്നു സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ അന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു തരി സ്വർണം അയ്യപ്പന് നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെതിരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരാരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഇത്രയും കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ SIT അംഗീകരിച്ചവർ തന്നെ അവരുടെ നേരെ വരുമ്പോൾ SIT വേണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ട് അസംബന്ധം പറയുന്നത് ഞാനതാ പറഞ്ഞത്. അതുപോലെ BJP-ക്കാരെന്താ ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ഈ കേസിൻ്റെ പ്രതി ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി, പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ തന്ത്രിയുടെ വീട്ടിലേക്ക് ജാഥ പോകുമ്പോഴല്ലേ പോയത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ? അതാ കാര്യം. എന്താ പറയാൻ പുറപ്പെട്ടത് പറഞ്ഞു. SIT-യുടെ അന്വേഷണ പരിധി 10 കൊല്ലത്തിൻ്റെത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് 10 കൊല്ലം ഒന്നുകൂടി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാപ്തി കൂടിയത്. അപ്പോൾ അത് ഹൈക്കോടതി തന്നെയാണ് പറയേണ്ടത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ജാമ്യം നേടാൻ പോകുന്ന ഏതെങ്കിലും ജഡ്ജിയല്ല പറയേണ്ടത്. അത് 2016 മുമ്പുള്ള കേരളത്തെ തിരിച്ചുകൊണ്ടുപോകുന്നതാണ് പറഞ്ഞ പച്ച മലയാളം. അങ്ങനെയാകുമ്പോൾ ഈ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല, KL പദ്ധതി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ കൂടംകുളത്തുള്ള വൈദ്യുതി പാടില്ല, മലയോര ഹൈവേ പാടില്ല, അതുപോലെ തീരദേശ ഹൈവേ പാടില്ല. ഈ കണ്ട ഹൈസ്കൂളുകൾ, ഈ കണ്ട സ്കൂളുകൾ, അതിൻ്റെ ഭൗതിക പശ്ചാത്തലം മാറ്റി ഇതൊന്നും പാടില്ല. കാരണം അതൊന്നും 2016 മുമ്പ് ഇല്ലല്ലോ. 5000 കോടി രൂപയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവാക്കിയത്. കൃത്യമായി പാഠപുസ്തകം കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് യൂണിഫോം കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ലോകോത്തരമായ തലത്തിലേക്ക് വിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്, ആരോഗ്യ മേഖല മാറിയിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചുകൊണ്ട് പോകുന്നതാണോ പറയുന്നതിൻ്റെ അർത്ഥം? അസംബന്ധം പറയുന്നത് ഞാൻ ഇതാ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ ബോംബ് പൊട്ടിക്കും. എന്ത് ബോംബാ പൊട്ടിച്ച്? പിന്നെ അതിനുശേഷം രണ്ടാമതും പറഞ്ഞു വിസ്മയം സൃഷ്ടിക്കും. എന്ത് വിസ്മയം സൃഷ്ടിച്ച്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. കേരളത്തിൻ്റെ വികസനം മിണ്ടാൻ ധൈര്യമില്ല. ഞാൻ അവരുടെ ജാതിയോട് ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ വികസനം വെച്ചുകൊണ്ടൊരു ചർച്ച നടത്തുക. നിങ്ങൾ പറഞ്ഞോ കേരളത്തിൻ്റെ വികസനം ഇല്ല എന്ന് പറ. അങ്ങനെയെങ്കിലും പറ. കേരളത്തിൻ്റെ സർവ്വതല സ്പർശിയായ മേഖലയിൽ ഒരു വികസനവും നടത്താൻ പറ്റാത്ത ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് വികസനം നടത്താൻ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകാം. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വെറുതെ തോന്നിയാസം പറയുക. എന്നിട്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ വീണ്ടെടുക്കലിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് കണ്ടോളണം. അതാ കാര്യം. ആര് വ്യക്തിപരമായിട്ട് ആരാണ് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അനുകൂല സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, വ്യക്തിപരമൊന്നുമല്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് VD സതീശൻ മനസ്സിലാക്കി. VD സതീശൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ എല്ലാം രൂപപ്പെടുത്തുന്നത് അനുകൂലമാണ്. പ്രതിപക്ഷത്തിനത് പറ്റൂല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള വിരുദ്ധ നിലപാടിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ ഇന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ, മന്ത്രിസഭ അതിൻ്റെ ഭാഗമായിട്ട് തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ കാര്യം സഭയിൽ പറയാൻ പോകുമ്പോൾ ഇന്നും അവർ ബഹിഷ്കരിച്ചു പോകും. അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ട് മിണ്ടാൻ ധൈര്യമില്ല. അതാണ് കാര്യം. ഈ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ധൈര്യമില്ലാതെ ഇതുപോലെ ഒരു പ്രതിപക്ഷം, കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഒരു പ്രതിപക്ഷം, കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി മിണ്ടാൻ ഞങ്ങൾ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം ലോകത്തുണ്ടോ? ഇങ്ങനെയൊരു പ്രതിപക്ഷം ക്രിയാത്മകമായ ജനാധിപത്യപരമായ രീതിയിലേ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ പ്രതിപക്ഷം ലോകത്ത് എവിടെയായാലും പ്രതിപക്ഷം തന്നെ ചെയ്യുക. ഇവിടെ ഒരു വികസന പ്രവർത്തനത്തെയും പറ്റി മിണ്ടിക്കൂടാ, ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം അവർ. അതാണ് കാര്യം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബേപ്പൂരിൽ TV അൻവർ LDF-ന്റെ മുൻ MLA സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. അത് ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ വാർത്ത കേട്ടു. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ്.
ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ്. നല്ലത്, ഞങ്ങൾക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ആര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. അൻവറിൻ്റെ കാര്യം ഞങ്ങളതിൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അൻവർ UDFന്റെ ഭാഗമായിട്ട് പോയില്ലേ? ആയിക്കോട്ടെ, നല്ല പോലെ തോന്നും, മത്സരിക്കുമ്പോഴേ തോന്നും പോരെ. ബേപ്പൂര് ശരി. ആ സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശ് ആന്റോണിനെ അവർക്ക് ഫോട്ടോകൾ പുറത്തു വന്നു എന്നതിനപ്പുറം പങ്ക് എന്തെങ്കിലും തെളിയിക്കുന്ന എന്തെങ്കിലും അല്ല, അതിൽ അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. അന്വേഷിക്കട്ടെ, അങ്ങനെ അന്വേഷണം ഉണ്ടാവും. അല്ല അന്വേഷിക്കട്ടെ. ഫോട്ടോ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. സോണിയാഗാന്ധിയെ സാധാരണ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരാളെ കാണാൻ ബെല്ലാരിയിലെ ഈ സ്വർണം വാങ്ങിക്കൂട്ടിയ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഈ എല്ലാ കൊള്ളക്കും കൂട്ടുനിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാളും ചേർന്ന് അന്നത്തെ ഇപ്പോഴത്തെ രണ്ടാളും ഇപ്പോൾ MP-മാരാണ്. 2 MP-മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, UDFന്റെ ചെയർമാൻ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളും ചേർന്ന് ഒന്നിൽ കൂടുതലോ പ്രാവശ്യം എന്തിന് കണ്ടു എന്നുള്ളത് മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇനി ഇല്ല, അതാ കാര്യം. മറുപടി ഇല്ല എങ്കിൽ മറുപടി ഇല്ല പറയണം. അപ്പോൾ വേറെ എന്തോ ഉണ്ടെന്നല്ലേ മനസ്സിലാവണം. അന്വേഷിക്കണം. അതിനെന്തിനാ ഇങ്ങനെ വല്ലാതെ വിഷമാകുന്നത്? കേൾക്കുമ്പോൾ വിഷമാവേണ്ടെന്നും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല.